ലാവ്ലിൻ, ജിഷ്ണു പ്രണോയ്, ജിഷ കൊലപാതകം, സെൻകുമാറിനെതിരായ നടപടി തുടങ്ങിയ പ്രധാന ചോദ്യങ്ങളിൽ ആഭ്യന്തര വകുപ്പ് മൗനം തുടരുകയാണ്. സ്പീക്കറുടെ റൂളിംഗിന് പിന്നാലെ സർക്കാർ നിയമസഭയിൽ നൽകിയ മറുപടികളിൽ MLA-മാരുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. സഭാ സമ്മേളനം തുടങ്ങിയ കഴിഞ്ഞ 25 മുതൽ MLA-മാർ എഴുതി നൽകിയ 4939 ചോദ്യങ്ങളിൽ 616 എണ്ണത്തിനാണ് ഇനിയും മറുപടി കിട്ടാനുള്ളത്. 165 ചോദ്യങ്ങൾക്ക് ഇന്നലെ വൈകിട്ട് വിവിധ വകുപ്പ് മന്ത്രിമാർ മറുപടി സമർപ്പിച്ചു. മുഖ്യമന്ത്രിയോട് അംഗങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് പരിശോധിച്ചു വരുന്നെന്ന് മാത്രമാണ് മറുപടി. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളുടെ എണ്ണവും മുഖ്യമന്ത്രിക്ക് കീഴിലെ സ്ഥാപനങ്ങളിലെ താൽക്കാലിക നിയമനങ്ങളുടെ വിവരങ്ങളുമാണ് മുഖ്യമന്ത്രി പരിശോധിച്ചു വരുന്നുവെന്ന മറുപടിയിൽ ഒതുക്കിയത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ മാനദണ്ഡം ലംഘിച്ചുള്ള സ്ഥലമാറ്റം സംബന്ധിച്ച ചോദ്യത്തിനും സമാന മറുപടിയാണ് മന്ത്രി KT ജലീലും നൽകിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നടന്ന ദേശീയ ഗെയിംസിൽ 24,89 ലക്ഷം രൂപ സർക്കാരിന് നഷ്ടമുണ്ടായെന്ന് ധനമന്ത്രി തോമസ് ഐസക് സഭയെ അറിയിച്ചു. മൂന്നാറിൽ 126 അനധികൃത നിർമ്മാണങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയെന്ന് റവന്യൂ മന്ത്രിയും വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 43 കയ്യേറ്റങ്ങളുണ്ടായി. ഡേറ്റാ ബാങ്കിലോ കരട് ഡേറ്റാ ബാങ്കിലോ നിലമല്ലാത്തതും മറ്റ് റവന്യൂ രേഖകളിൽ നിലം എന്ന് രേഖപ്പെടുത്തിയതുമായ സ്ഥലത്ത് വീട് വയ്ക്കുന്നതിനുള്ള അപേക്ഷകളിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കും. ഇതിനായി പ്രാദേശിക സമിതികളുടെ ശുപാർശ ആവശ്യമില്ലെന്നും വില്ലേജ് ഓഫീസറുടെയും കൃഷി ഓഫീസറുടെയും റിപ്പോർട്ട് മാത്രമേ പരിഗണിക്കൂവെന്നും റവന്യൂ മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.